ഇന്ന് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സോയയുടെ കാര്യം ഓർമ്മ വന്നത്, സോയ ചങ്ക്സിൻ്റെ. അപ്പം ഞാൻ ഇന്നൊരു സെമി ഗ്രേവി ആയിട്ട് സോയ വരട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാനലിലേക്ക് പോവല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയിട്ടാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരട്ടിയിട്ട് ഒത്തിരി ഗ്രേവി ആക്കുന്നുണ്ട്. ഇവിടെ ഗ്രേവി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോയ എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിയായിട്ടാണ് ചെയ്തത്, ചതച്ചെടുത്തില്ല. പിന്നെ സവോളനെ നമ്മൾ നന്നായിട്ട് കുനുകുന അരിഞ്ഞു വെച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നന്നായിട്ട് വഴറ്റി പോകണ്ടായില്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സോയനെ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ ഗ്യാസുമ്മൽ വെക്കാം. നന്നായി തിളച്ചോട്ടെ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന സോയ ഇത്തിരി വലിപ്പമുള്ള സോയ. അപ്പോൾ നമുക്കത് മുറിക്കാം. ഇതുപോലെ മീഡിയം സോയ കിട്ടും, നല്ല ചെറിയ സോയ കിട്ടും, വലിപ്പമുള്ള സോയ കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുറിക്കാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ സോയയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ സോയ ചങ്ക്സിൽ ഒമേഗ ഫാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അധികം കഴിക്കാനും പറ്റില്ല. അധികം കഴിച്ചിട്ട് നമ്മുടെ യൂറിക് ആസിഡ് അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നം പറയുന്നുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നമുക്കൊരു ബീഫിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ആട്ടാ, ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിട്ടേ ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഇത്തിരി ചൂടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കതിനെ നന്നായി പിഴിഞ്ഞെടുക്കണം. അതിൽ വെള്ളം കംപ്ലീറ്റ് പോകണം. ഈ വെള്ളം നമ്മളിപ്പോൾ എത്ര വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചാലും സോയ ചങ്ക്സ് വെള്ളം വലിച്ചെടുക്കും. അതിൻ്റെ ആ മാംസത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അതിനാണ് നമ്മൾ നന്നായി പിഴിഞ്ഞ് കളയുന്നത്. എന്നിട്ട് നമ്മുടെ സോയ ഇത്തിരി വലിപ്പം കൂടുതലല്ലേ, അപ്പം ഞാനിങ്ങനെ മുറിച്ചിട്ടിട്ട് നോക്കിയാൽ നമ്മുടെ ബീഫൊക്കെ മുറിക്കില്ലേ, അതേപോലെ കേട്ടോ സോയയുടെ മാംസമൊക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഇനി നമുക്ക് നമ്മുടെ പ്രധാന സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമുക്കിനി ഇതിനെ കറി വയ്ക്കാമെന്ന് വെച്ചാൽ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് ഞാനിതിനെ വരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ വരട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കടായി പോലെ വെച്ചിട്ടുണ്ട്. ചിലവർ മറ്റേ മൺചട്ടിയിലൊക്കെ വെക്കും, അത് രസം കൂടിട്ടാ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് എന്ത് കറിക്കും നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാച്ച രസമല്ലേ. പിന്നെ ഞാനിതിലിപ്പോൾ സാധാ പോലെ കടുക് താളിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് അതിൻ്റെ ഒക്കെ ഒരു പച്ചമണല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആയ ഒരു പച്ചമുളക് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പൊന്തി വരില്ലേ, ആ ഒരു പാകമാകുമ്പോൾ നമുക്കിനി സവാള ഇട്ട് കൊടുത്താൽ മതിയിട്ടാ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കാറുണ്ട്, കുട്ടികൾക്കായാലും നല്ല ഇഷ്ടമാണ്, ടേസ്റ്റും അല്ലേ. നമുക്കിങ്ങനെ ബീഫ് ഇപ്പോൾ അതുപോലെ നമുക്ക് വല്ല നോയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി മീനൊന്നും വീട്ടിൽ കയറ്റില്ലല്ലോ. അപ്പോൾ ഈ സോയ നമുക്ക് ഇതുപോലെ ഈ ഒരു ഇറച്ചീരെ പോലെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല, ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഇറച്ചി കഴിച്ചില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. അപ്പോൾ ഞാൻ ഒരു മീഡിയം വെളുപ്പുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കുനുകുന ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സവാള കയ്യിലിങ്ങനെ അലിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ ഈ സോയയുടെ ഇടയിൽ നമുക്ക് ഈ സവാള കാണൂല അധികം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നീളത്തിലരിയാൻ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിലരിയാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഇത്തിരി കളറ് മാറിയപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി അതൊക്കെ ഓരോ ടീസ്പൂണുകളാട്ടോ ഇട്ടെ. ഇപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടിയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാനത് ഇട്ടു. പിന്നെ ഒരു ലേശം ഗരം മസാല, ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഉപ്പ് ഇടുന്നില്ല കേട്ടോ, അതിൻ്റെ ഒരു പാകം നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതിനൊന്ന് ആയ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സില്ലേ, അതിനതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് തട്ടിക്കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കാം. ഇപ്പോൾ സോയയിൽ നമ്മുടെ മസാല ഒന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് തക്കാളി സോസും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലേശം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ തക്കാളി സോസ് എടുത്തിട്ടുണ്ട്. തക്കാളി ഇടുന്നവർക്ക് തക്കാളി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തക്കാളി സോസ് ഒഴിച്ചത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തക്കാളി സോസ്, തക്കാളിനെക്കാട്ടും ഇഷ്ടം തക്കാളി സോസാണ്. അപ്പോൾ അത് കഴിച്ചു പോയിക്കോളും. തക്കാളി ഉണ്ടെങ്കിൽ ഇവന്മാരൊക്കെ അത് പറക്കി മാറ്റി വെക്കും. അപ്പോൾ ഞാൻ തക്കാളി സോസ് തന്നെയാണ് ഒഴിക്കാറ്. തക്കാളി സോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കണോടത്തുനിന്ന് മേടിച്ചിട്ടുള്ളതാട്ടാ. എന്നിട്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് ഉണ്ടായിരുന്നു. മുന്നേ ഞാൻ എന്തോ ഒരു കാര്യത്തിന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പൊടി ഇട്ടില്ല കേട്ടാ. ഈ കുരുമുളകൊന്ന് ജസ്റ്റ് കടിക്കണം, അപ്പോൾ അതിന് അതിൻ്റെ ടേസ്റ്റ് വരാം. എന്നിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം.
അപ്പോൾ നോക്കിയേ കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ സോയ ചങ്ക്സ് ഉണ്ടാക്കുക. എളുപ്പമല്ലേ, ഈസിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടാ.